നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ UN സംഘടനയുടെ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രയേൽ സൈന്യം. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭാ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ യഹ്യ സിൻവർ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നതോടെ UNRWA സ്വതന്ത്രമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം തുരങ്കങ്ങളിലാണ് ഹമാസ് ബന്ദികളാക്കിയവരെയും പാർപ്പിച്ചിരിക്കുന്നത്. UN കോമ്പൗണ്ടിന്റെ തൊട്ടടുത്ത് ഒരു സ്കൂളിനോട് ചേർന്നുള്ള ഒരു മതിൽ പൊളിച്ചപ്പോഴാണ് കോൺക്രീറ്റ് ചെയ്ത തുരങ്കത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് എന്ന് സൈനികർ പറഞ്ഞതായാണ് റിപ്പോർട്ട്. വീർപ്പുമുട്ടുന്ന ചൂടുള്ളതും ഇടുങ്ങിയതും ഇടയ്ക്കിടെ വളയുന്നതുമായ പാതയിലൂടെ 20 മിനിറ്റിലധികം നടന്ന അവർ UNRWA ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴെ എത്തിയതായി പര്യടനത്തിന് നേതൃത്വം നൽകിയ ആർമി ലഫ്റ്റനന്റ് കേണൽ പറയുന്നു. 700 മീറ്റർ നീളവും 18 മീറ്റർ ആഴവുമുള്ളതായി സൈന്യം പറഞ്ഞ തുരങ്കത്തിൽ ഇരുവശങ്ങളിലും കിടപ്പുമുറികളുണ്ട്. കൂടാതെ ഒരു ഓഫീസ് റൂമും അവിടെയുള്ള സ്റ്റീൽ സേഫുകൾ തുറന്നു കിടക്കുകയുമായിരുന്നു എന്ന് അവയിൽ ഒന്നുമില്ലായിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. ടൈൽ പാകിയ ഒരു ടോയ്ലറ്റ് ഉണ്ട്. മറ്റൊരു വലിയ അറയിൽ കമ്പ്യൂട്ടർ സെർവറുകളും വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ബാറ്ററികളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. അടുത്ത കാലം വരെ ജനവാസമുള്ളതായിരുന്നു ഈ തുരങ്കം എന്ന തെളിവുകളാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായ തുരങ്ക ശൃംഖല ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇസ്രയേൽ മുൻപും ആരോപിച്ചിട്ടുണ്ട്. ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളും ഇത്തരം ടണലുകൾ തേടിയായിരുന്നു. ഒക്ടോബർ 7 സബ്ബത്ത് ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചു എന്ന ഗുരുതര ആരോപണം UNRWAക്ക് നേരെയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും UNRWAക്കുള്ള ധനസഹായം തന്നെ നിർത്തിവച്ചതുമാണ്. പുതുതായി കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കത്തിന് 700 മീറ്ററാണ് നീളം. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി UNRWAയുടെ ആസ്ഥാനത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. UN കോമ്പൗണ്ടിലെ രേഖകളും ആയുധ ശേഖരവും ഓഫീസുകൾ യഥാർത്ഥത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിക്കുന്നതാണെന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആരോപിച്ചിട്ടുണ്ട്. അടുത്തിടെ UN ഏജൻസി നടത്തുന്ന സ്കൂളിന് സമീപവും ടണൽ കണ്ടെത്തിയതായി ഇസ്രയേൽ പറഞ്ഞിരുന്നു. ഇതേസമയം പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രയേൽ സേനയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ജീവനക്കാർ ഗാസ സിറ്റി വിട്ടുപോയിരുന്നു എന്നാണ് UNRWA പറയുന്നത്. ജീവനക്കാർ പോയ ശേഷം അവിടെ നടന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് അറിവില്ല. 2023 സെപ്റ്റംബറിലാണ് കെട്ടിടത്തിൽ അവസാനമായി പരിശോധന നടത്തിയത് എന്നും UNRWAയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. UNRWAക്ക് സൈനിക സുരക്ഷാ വൈദഗ്ധ്യമോ അതിന്റെ പരിസരത്തോ കീഴിലുള്ളതോ ആയ ഏതെങ്കിലും സൈനിക പരിശോധനകൾ നടത്താനുള്ള ശേഷിയുമില്ല എന്നും പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട്. UNRWAയുടെ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളപ്പോഴെല്ലാം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇസ്രയേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ്. കൂടാതെ ഉണ്ട് എന്നാരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രയേൽ UN ഏജൻസിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തികേന്ദ്രം എന്ന പേരിൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയായ റഫായിലും കടുത്ത ആക്രമണം തന്നെയാണ് ശനിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്നത്. ഗാസയുടെ മറ്റു മേഖലകളിലെ ആക്രമണങ്ങൾ മൂലം വീട് ഉപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് ഈ മേഖലയിൽ കഴിയുന്നത്. അവിടെ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം 12ലധികം കുട്ടികൾ ഉൾപ്പെടെ 44 പേർ കൊല്ലപ്പെട്ടിരുന്നു. റാഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഖാൻ യൂനൂസിൽ നാസർ ആശുപത്രി പരിസരത്ത് 21 പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമർ ആശുപത്രിയിലും സൈന്യം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 19 ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ 107 പേരടക്കം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 28,064 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 67,459 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.